ഏതാണ്ട് 6 സെൻറ്റിനടുത്ത് ഒറിജിനൽ ലാൻഡ് 2400 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി വരുന്ന ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പള്ളിക്കര പെരിങ്ങാല എന്ന സ്ഥലത്താണ്. നമ്മുടെ ഈ ലൊക്കേഷൻ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്റർ ദൂരവും തൃപ്പൂണിത്തുറയിലേക്ക് 12 കിലോമീറ്റർ ദൂരവും തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ഏതാണ്ട് 100 മീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊന്ന് കാണാം. മനോഹരമായൊരു ലൊക്കേഷനിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലഡ് ബാധിക്കാത്ത 2018-19 കാലഘട്ടങ്ങളിൽ ഫ്ലഡ് ബാധിക്കാത്ത നല്ലൊരു ലൊക്കേഷൻ. ചെറിയൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഇതൊരു ഇൻഡിപെൻഡൻറ്റ് ഹൗസാണ്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു. വലിയൊരു റോഡ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഏതൊരു വലിയ വാഹനവും ഈസിയായി കടന്നു വരാവുന്ന വീതി കൂടിയ നല്ല റോഡ് സൗകര്യം ഇവിടെ ലഭ്യമാണ്. മാത്രമല്ല തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏതാണ്ട് ഒരു ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഒരു 100 മീറ്റർ മാത്രം ദൂരമാണ് നമ്മുടെ ഈ ലൊക്കേഷനിലേക്ക് വരുന്നുള്ളൂ. നല്ലൊരു ബോക്സി മോഡലിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 5 സെൻറ്റ് 800 ലെങ്സിലാണ്, 6 സെൻറ്റിൻ്റെ അടുത്ത് വരും. നല്ലൊരു ലൊക്കേഷൻ. 2400 സ്ക്വയർ ഫീറ്റ് ഷീറ്റ് വർക്ക് ഉൾപ്പെടെ ഏതാണ്ട് ഒരു 2800 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. മനോഹരമായ ചുറ്റുമതിലാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു ഗേറ്റ് ഈ വീടിന് അവൈലബിൾ ആണ്. ഒരേ സമയത്ത് തന്നെ ഏതാണ്ട് ഒരു 3 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിക്കൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ് കേട്ടോ. നല്ലൊരു എലിവേഷനിൽ നല്ലൊരു ഭംഗിയിൽ തന്നെ നല്ല ഒരു 2 സൈഡും റോഡ് വരുന്നതുകൊണ്ട് തന്നെ നല്ല വ്യൂ നമുക്ക് ഈ വീടിന് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല 2 സൈഡും നമുക്കൊരു പ്രൈവസി റോഡ് വരുന്നതുകൊണ്ട് തന്നെ നല്ല പ്രൈവസി ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം നൽകി തന്നെയാണ് കേട്ടോ ഈ വീടിൻ്റെ നിർമ്മാണം. വീടിൻ്റെ മുൻവശത്തായി കടുപ്പാക്കലുകളാണ് വിരിച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായി ഒരു കിണർ നൽകിയിരിക്കുന്നു. കിണർ വെള്ളം ഒരിക്കലും വറ്റാത്ത ഒരു ഏരിയയിലാണ് കേട്ടോ ഈ വീടിൻ്റെ നിർമ്മാണം. മാത്രമല്ല KW കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്ക് കാണാം കിണറിൻ്റെ അങ്ങേയറ്റത്ത് നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് സെറ്റ് ബാക്ക് എല്ലാം നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഏതൊരു വലിയ വാഹനവും നമുക്ക് ഈസി ആയിട്ട് കയറ്റിയിടാവുന്ന നല്ല വീതി നീളവുമുള്ള നല്ല മുറ്റം ഈ വീടിന് അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്തേക്ക് പോയാൽ പ്ലാന്റുകളെല്ലാം നൽകിയിരിക്കുന്നു. മനോഹരമായ രീതിയിലാണ് ഈ ഏരിയ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചുറ്റും നല്ല വീടുകളെല്ലാം ഉള്ള നല്ലൊരു ലൊക്കേഷനിലാണ് കേട്ടോ ഈ വീടിൻ്റെ നിർമ്മാണം. വലിയൊരു സിറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്ലോസി ഫിനിഷുള്ള ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി വീടിൻ്റെ അകത്തേക്ക് പോകാം. മെയിൻ ഡോർ 2 പാളികളാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം വുഡ് നൽകിയിരിക്കുന്ന ആഞ്ഞിലി മരത്തിലാണ്. നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. മനോഹരമായൊരു ലിവിങ് സ്പേസ് ആണ് കേട്ടോ നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. വലിയൊരു TV യൂണിറ്റ് നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ധാരാളം LED ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകി ഭംഗിയാക്കിയ ഒരു മോഡലാണിത് നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു കോർണർ സൈസ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ധാരാളമായി തന്നെ ലഭിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇനി എൻട്രി വരുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയും ലിവിങ് സ്പേസും തമ്മിൽ പാർട്ടീഷനെല്ലാം ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡ് മെറ്റീരിയൽസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ് കേട്ടോ. വലിയൊരു ഡൈനിങ് ടേബിൾ, എനിക്ക് തോന്നുന്നു ഒരു 12 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ നമുക്കിവിടെ അക്കോമഡേറ്റ് ചെയ്യാം. അങ്ങനെയൊരു സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് എല്ലാം ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒതുങ്ങിയ രീതിയിലൊരു കോർണറായി വാഷ് കൗണ്ടറും നൽകിയിട്ടുണ്ട്. മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാളുകളിൽ ടെക്സ്റ്റർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ധാരാളം ഷെൽഫുകളെല്ലാം നൽകി തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണം. 3 ഫേസ് കണക്ഷനാണ് കേട്ടോ ഈ വീടിന് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ കിച്ചൺ സൈഡിലേക്ക് പോയാൽ ഈ ഒരു ഭാഗത്തായി ഒരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിരിക്കുന്നു. പ്ലാന്റുകളെല്ലാം വയ്ക്കാൻ പറ്റിയൊരു മെത്തേഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കിച്ചൺ സൈഡിലേക്ക് പോയാൽ നല്ലൊരു നീളത്തിലുള്ള കിച്ചണാണ്. കിച്ചൺ പ്ലസ് വർക്ക് ഏരിയ ആയിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കിഴക്കോട്ടാണ് കേട്ടോ കിച്ചൻ്റെ ഒരു കുക്കിംഗ് ചെയ്യുന്നൊരു ദിക്ക് വരുന്നത്. മാത്രമല്ല ഗ്ലോസി ഫിനിഷിലുള്ള ടൈൽസ് ഫ്ലോറിങ്ങിനായും ബ്ലാക്ക് കളർ ഗ്ലോസി ഗ്രാനൈറ്റും കിച്ചൺ ടോപ്പിനായി എല്ലാം നൽകിയിരിക്കുന്നു. 2 കിച്ചൺ, ഒരു മെയിൻ കിച്ചണും ഒരു വർക്ക് ഏരിയയുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ കിച്ചണാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ ഇനിയും വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് ഔട്ട് സൈഡായി ലഭിക്കുന്നുണ്ട്.
ഇവിടുത്തെ കബോർഡ് വർക്കുകളെല്ലാം ഒരു ക്രീം കളർ കോമ്പിനേഷനിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. 6 സെൻറ്റ് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്കൊന്ന് പോകാം. മനോഹരമായ 2 ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. 2 ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിരിക്കുന്നു. ഫസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഏതാണ്ട് ഒരു 10-12 എന്ന അളവിലാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയാണിത് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു ബെഡ്റൂമിന് നല്ലൊരു സ്പേഷ്യസ് ആയ ബാത്റൂം നൽകിയിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ബാത്റൂമിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. സാനിറ്ററി ഫിറ്റിംഗ്സുകൾക്കായി സെറ ബ്രാൻഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം ഒന്ന് കാണാം. ഈ സെക്കൻഡ് ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 12-14 എന്ന അളവിലാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഇവിടെയും നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയി തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിലിന് ടഫും ഗ്ലാസും വുഡുമാണ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. നല്ല മനോഹരമായൊരു ലിവിങ് സ്പേസാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ഇവിടെയും ചെയ്തിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി തന്നെയാണിത് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായി ലിവിങ് സ്പേസിൽ നിന്നും 2 ബെഡ്റൂമുകളിലേക്കും ഒരു ബാൽക്കണി, വലിയൊരു യൂട്ടിലിറ്റി സ്പേസിലേക്കുമാണ് എൻട്രി വരുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം കാണാം. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് കേട്ടോ ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബാത്റൂം ഈ ബെഡ്റൂമിന് അവൈലബിൾ ആണ്. ഇവിടെ എല്ലാ ബെഡ്റൂമുകളിലും കബോർഡുകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കും. കബോർഡുകൾ ചെയ്തു തരുന്നതാണ്. നമുക്കിനി ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമിലേക്ക് അത് പോകാം. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ലാസ്റ്റ് ബെഡ്റൂമും. മനോഹരമായ രീതിയിലാണ് ബെഡ്റൂമും ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ലാസ്റ്റ് ബെഡ്റൂമും ഒരുക്കിയിരിക്കുന്നത്. ടോട്ടലായി 4 ബെഡ്റൂമുകളാണ് ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഏതാണ്ട് 12-14 എന്ന അളവിലാണ് ഈ ബെഡ്റൂമും വരുന്നത്. ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ഒരു ബാൽക്കണിയിലേക്ക്, ഈ ബെഡ്റൂമിൽ സെപ്പറേറ്റ് ഒരു ബാൽക്കണി ഉണ്ട്, അതിലേക്ക് ഒരു എൻട്രി വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സാനിറ്ററി ഫിറ്റിങ്സുകൾ തന്നെയാണ് ഈ ബാത്റൂമിനും യൂസ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് വാൾ ടൈൽസുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ആ ബാൽക്കണിയിലേക്കുള്ള ഒരു എൻട്രി വരുന്നത്. പ്ലാന്റുകളെല്ലാം വയ്ക്കാൻ പറ്റിയ നല്ല സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനെല്ലാം പുറമെ നമുക്കൊരു വലിയൊരു യൂട്ടിലിറ്റി സ്പേസ്, അത്യാവശ്യം ചെറിയൊരു ഫംഗ്ഷനെല്ലാം നടത്താൻ പറ്റിയ ഒരു ബർത്ത്ഡേ പാർട്ടി പോലെയുള്ളൊരു ചെറിയ ഫംഗ്ഷൻ നടത്താൻ പറ്റിയ വലിയൊരു യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് ഈ വീടിൻ്റെ ബാക്ക് വശത്ത് അവൈലബിൾ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 20-25-30 പേർ കപ്പാസിറ്റി വേണ്ട ഒരു ബർത്ത്ഡേ പാർട്ടിയെല്ലാം നമുക്കിവിടെ ഈസിയായി നടത്താം. നല്ല മനോഹരമായൊരു സ്പേഷ്യസ് ആയ സ്പേസാണ്. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ടെറസിലേക്കുള്ള സ്റ്റെയർകേസും ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ വലിയൊരു ബാൽക്കണി കൂടി നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ്. മനോഹരമായി ബാൽക്കണിയിൽ ഒരു ഊഞ്ഞാലെല്ലാം നൽകിയിട്ടുണ്ട്. ടഫൻ ഗ്ലാസ് ആണ് ഹാൻഡിലായി നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ഏരിയയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ഇവിടെയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോകാം. ഏതാണ്ട് 5 സെൻറ്റ് 800 ലിങ്സിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില 95 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.